കണ്ണൂരിന്റെ വികസന ചരിത്രത്തിൽ എഴുതപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഏടാണ് കാനാമ്പുഴ നീർത്തട പദ്ധതിയെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായ കാപ്പാട് പെരിങ്ങളായി നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയായ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാപ്പാട് പെരിങ്ങളായി, കൂടത്തും താഴെ, തയ്യിൽ, മുണ്ടയാട്, പടന്ന, തിലാനൂർ, ആദികടലായി എന്നിങ്ങനെ 4 നീർത്തടങ്ങൾ ചേർന്നാണ് കാനാമ്പുഴ നദീതടം രൂപപ്പെടുന്നത്. കാനാമ്പുഴ നദീതട പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിലാണ് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ RIDF ധനസഹായത്തോടെ കാപ്പാട് പെരിങ്ങളായി നീർത്തട പദ്ധതിയിലെ വിവിധ പ്രവൃത്തികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചേലോറ, മണ്ടോട്ട് വയൽക്കുളം, തോടിന്റെ 580 മീറ്റർ സംരക്ഷണ ഭിത്തി, വിവിധ സ്ഥലങ്ങളിലെ 6004 തെങ്ങിൻ തടം, മാച്ചേരി പള്ളിപ്പൊയിൽ ഭാഗത്ത് 2 കോൺക്രീറ്റ് തടയണകൾ, 13 ചെങ്കൽ തടയണകൾ, 1908 ഫലവൃക്ഷ തൈകൾ, 225 കിണർ റീചാർജിംഗ്, 3 നടപ്പാലങ്ങൾ, 264 മൺവരമ്പ് നിർമ്മാണം, 10 മഴക്കുഴികൾ എന്നീ പദ്ധതികളാണ് പൂർത്തീകരിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിലെ 17, 18, 19, 20, 30 വാർഡുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 897.9 ഹെക്ടർ വിസ്തൃതിയുള്ള പദ്ധതിയുടെ അടങ്കൽ തുക 151.02 ലക്ഷം രൂപയാണ്. കാനാമ്പുഴയുടെ ചില ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന വെള്ളപ്പൊക്കത്തിന് രൂക്ഷത കുറക്കുക, ശുദ്ധജല ലഭ്യത വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ നീക്കി എല്ലായ്പ്പോഴും പുഴയിൽ നീരൊഴുക്ക് ഉറപ്പുവരുത്തുക, മണ്ണൊലിപ്പ് തടയുക, കൃഷിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കാനാമ്പുഴയുടെ പുനരുജ്ജീവനത്തിനായി 2017 മുതൽ നടന്നുവരുന്ന ജനകീയ കൂട്ടായ്മ, സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് പദ്ധതി മുന്നേറുന്നത്. ഒരു ശാസ്ത്ര സാങ്കേതിക ഭൗതിക സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പദ്ധതിയുടെ ഗുണകരമായ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ലാതെ തന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അതിന് ഉദ്യോഗസ്ഥന്മാർ വീടുണ്ട്. അവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. കാനാമ്പുഴ നദീതടം രൂപപ്പെടുന്നത് കാപ്പാട് പെരിങ്ങളായി, കൂടത്തും താഴെ, തയ്യിൽ, മുണ്ടയാട്, പടന്ന, തിലാനൂർ, ആദികടലായി എന്നിങ്ങനെ 4 നീർത്തടങ്ങൾ ചേർന്നാണ്. അതിൽ ആരംഭഭാഗത്തുള്ള കാപ്പാട് പെരിങ്ങളായി നീർത്തടത്തിലെ മണ്ണ് ജലസംരക്ഷണ പദ്ധതിയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ നബാർഡിൻ്റെ RIDF ധനസഹായത്തോടെ നിർവഹണം പൂർത്തിയായിരിക്കുന്നത്. കാപ്പാട് പെരിങ്ങളായി നീർത്തടം അങ്ങനെ ഓരോന്നും ഇങ്ങനെ അത് നദീതലത്തിന്റെ ഏറ്റവും മുകൾഭാഗത്തുള്ള ആദ്യ കൈവഴിയുടെ ഭാഗമായി നടത്തുന്ന കാപ്പാട് പെരിങ്ങളായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി. കൗൺസിലർമാരായ K. നിർമ്മല, K. പ്രദീപൻ, മിനി അനിൽകുമാർ, തളിപ്പറമ്പ് മണ്ണ് സംരക്ഷണ ഓഫീസർ VV പ്രകാശൻ, നീർത്തട സമിതി ചെയർമാൻ N. രാഘവൻ, നീർത്തട സമിതി അംഗങ്ങളായ കട്ടേരി നാരായണൻ, CC ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും. അതുപോലെ തന്നെ ഫാഷനും. ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈഫ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും.